ഇസങ്ങൾ വരാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പം ഇന്നലെ ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായ ഒരു സംഭവം, ഒരു മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ശക്തമായ മഹത്വം, ഭൂതങ്ങൾ പോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അതിൻ്റെ പിറ്റേ ദിവസം വർഷിപ്പ് ലീഡർ ഇവിടെ വന്നു. ഞാൻ എന്നോട് ശേഷമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു, ഞാനൊരു കാര്യം തമ്പുരാനോട് എന്നോട് പിണങ്ങൻ, ഞാൻ യേശുവിനെ പോലെയാണ് തമ്പുരാനെ കാണാം. ഇന്നലെ ആ സൗഖ്യങ്ങൾ നടക്കുമ്പോൾ തോമസ് ബ്രദറിൻ്റെ മോഹൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ഒന്നുമില്ല, ആ മോഹം കരിവാളിച്ചായിരുന്നു. ഓർഗണിൽ തോമസ് ബ്രദറിൻ്റെ ചേട്ടൻ്റെ മകൻ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന തോമസ് ബ്രദറുടെ ഫസ്റ്റ് കസിൻ. ഒന്ന് കണ്ണു വെക്കുന്നത് നല്ലതായിരുന്നു. എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്നുള്ളതിൽ PhD എടുത്തിരിക്കുന്നു. കുത്തിത്തിരിപ്പല്ല, ഇയക്ക് എന്നെ തൃപ്തി കിട്ടാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുക, അപ്പം നമ്മുടെ കൂടെ വണ്ടിയെ കയറിക്കോ, ഞാൻ പോകാമെന്ന്. ഞാൻ നേരെ വണ്ടി എടുത്ത് തോമസ് ബ്രദറിൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഈള വരളണ്ടോ. ഞാൻ തോമസ് ബ്രദർ ഇന്നലെ മീറ്റിംഗ് നടന്നപ്പോൾ മോഹൻ കരുവാളിച്ചായിരുന്നു. തോമസ് ബ്രദർ എന്നെ ഇങ്ങനെ നോക്കുക, എന്നെ പറ്റി. ഞാൻ അല്ല ഇങ്ങനെ പറഞ്ഞു, അല്ലേ മോനെ അവനല്ലേ പറഞ്ഞേ, അല്ല എൻ്റെ പെങ്ങളുടെ വീട് വരെ പോകണം, ഞാൻ പോയി. ഞാൻ നിൽക്കുക, നീ പോകാൻ വരട്ടെ. അപ്പം ഇങ്ങനെ ഇസൻ വരാൻ സാധ്യത കൊണ്ട് ഞാൻ പറയാം, പിശാച് ലോകത്തിലല്ല, സഭയ്ക്കകത്ത് കളിക്കുന്നു. കാര്യം ഏറ്റവും ഡേഞ്ചർ ടു ദ ഡെവിൾ ഇസ് ദ ചർച്ച്. ഒരു ദേശത്തെ വാഴുന്നത് സഭ. അതിനകത്ത് ഭിന്നത കൊണ്ടുവന്നാലോ ഹി ക്യാൻ റൂയിൻ ദ വേൾഡ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഒരു രാജ്യം തന്നിൽ തന്നെ ചതറിച്ചാൽ നശിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യേശു പറഞ്ഞ എന്താ, അതുപോലെ തന്നെ ഒരു കുടുംബം, ഒരു പട്ടണം, രാജ്യം. സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുടുംബം. ആ കുടുംബം ഒന്നിച്ച് നിന്നാലേ പട്ടണത്തിൽ സമാധാനം കാണും. ഇതൊരു മതമല്ലേ. വി ആർ ഗോഡ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി.